ശൈലജയുടെ സക്സസ് ബൈ ആക്സിഡൻ്റ് ആണ്. ഒരു 40% അത് പ്രൊപ്പഗാൻഡാണ്. ബാക്കി എന്താണെന്ന് വെച്ചാൽ 2 അസുഖം അവർക്ക് കിട്ടി, നിപ്പയും കൊറോണയും. കൊറോണ കാലം ഒരു അടിയന്തരാവസ്ഥയാണ്, എല്ലാം നിർത്തിവെച്ചു. സാധാരണ അസുഖങ്ങളുമായിട്ട് ആരും ആശുപത്രിയിൽ പോകാറില്ല, പുറത്തിറങ്ങാൻ പറ്റില്ല, കണ്ടെയ്ൻമെൻറ്റ് സോണാണ്. തലവേദന, പനി, നടുവേദന, ഉരുണ്ട് വീണു, ഇതുപോലെ ഡെയിലി ആശുപത്രിയിലേക്ക് വന്നുകൊണ്ടിരുന്ന രോഗികളുടെ എണ്ണം കുത്തനെ കുറഞ്ഞു. ഇതാണ് വാസ്തവം. എന്നിട്ട് ഞാൻ സക്സസ് ആണ്, രോഗികളെ വരുന്നില്ല ആശുപത്രിയിൽ, അപ്പോൾ പിന്നെ സക്സസ് അല്ലേ? ഇതാണ് ശൈലജയുടെ സക്സസ്. ഇത് ആരും മനസ്സിലാക്കുന്നില്ല. ദർ വാസ് നോ ഫങ്ഷനിങ് ഹോസ്പിറ്റൽ എക്സെപ്റ്റ് ഫോർ കൊറോണ. 2 എമർജൻസി അവർക്ക് വന്നു. ആ എമർജൻസിയിൽ എല്ലാ ജനങ്ങളും മാറി ആശുപത്രി വിട്ടു ഒക്കെ ചെയ്തു. പിന്നെ അവർക്ക് ചെയ്യാൻ എളുപ്പമായിരുന്നു. ആകെ 4-5 രോഗികളുണ്ട്, അവരെ നോക്കിയാൽ മതി. പിന്നെ ആ കണക്ക് ഫഡ് ചെയ്തിട്ട് കാശുണ്ടാക്കാൻ നോക്കി, പേരെടുക്കാൻ നോക്കി, ഏതോ മാക്സസെ അവാർഡ് കൊടുക്കാൻ നോക്കി. അത്രയൊക്കെ ആയി കഴിയുമ്പോൾ പിണറായി വിജയൻ ചവിട്ടി. കാരണം അയാൾക്കും അറിയാം ഇത് നാടകമാണ് നടക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു, അങ്ങനെ ഇപ്പം മാക്സസെ അവാർഡൊന്നും വാങ്ങിച്ച് ഷൈൻ ചെയ്യണ്ട. ഇതാണ് ശൈലജയ്ക്ക് സംഭവിച്ചത്. വീണ ജോർജിന് അവസരം കിട്ടിയില്ല. വീണ ജോർജ് അധികാരമേറ്റെടുത്തപ്പോൾ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് എല്ലാ ആശുപത്രിയിലെ എല്ലാ അസുഖക്കാരും വരുന്നു. അപ്പോഴാണ് ആശുപത്രിയുടെ കപ്പാസിറ്റി ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. രോഗിയില്ലെങ്കിൽ പിന്നെ ആശുപത്രി സക്സസ്ഫുൾ ആണ് 100%. രോഗികൾ വന്നു കഴിയുമ്പോൾ ആശുപത്രി എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അത് പ്രശ്നമായി.